കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളം ഒറ്റക്കെട്ടായി നിന്നത് ഒരു ജീവൻ രക്ഷിക്കാനായിരുന്നു. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതുജീവിതമാണ് മലയാളികൾ അബ്ദുറഹീമിന് സമ്മാനിച്ചത്. മോചനദ്രവ്യം നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നൽകിയ ഹർജി സൗദി അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി അറിയിക്കും. ശേഷം ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ട് അന്തിമ വിധിയുണ്ടാകും. മോചന കരാർ അനുസരിച്ചുള്ള ദയാദനം തയ്യാറാണെന്ന വിവരം സൗദി കുടുംബത്തിന്റെ അഭിഭാഷകന് കൈമാറി. വധശിക്ഷ റദ്ദാക്കാനുള്ള കോടതി നടപടി കൈക്കൊള്ളുന്നതിനുള്ള അടിയന്തര ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്ന സുപ്രധാന ചുവടുവയ്പ്. അതിന് മുന്നോടിയായാണ് ഓൺലൈനിലൂടെ വാദിഭാഗം അഭിഭാഷകനെ ബന്ധപ്പെട്ട് ഔപചാരികമായി വിവരങ്ങൾ ധരിപ്പിച്ചത്. വിചാരണ കീഴ്ക്കോടതി വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധി പുറപ്പെടുവിക്കുന്നതോടെ ആ വിധി സുപ്രീം കോടതി അംഗീകരിക്കുകയും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും. അതോടെ മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിച്ച് ജയിൽ മോചനത്തിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. 18 വർഷങ്ങൾക്കിപ്പുറം തെളിയുന്ന മോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ശുഭപ്രതീക്ഷകളുമായി വാർത്തകൾ പരക്കുമ്പോഴും പ്രാർത്ഥനകളിൽ തുടരുകയാണ് റഹീമെന്ന് തനിക്ക് പെരുന്നാൾ ദിനത്തിൽ ലഭിച്ച ഫോൺ വിളിയിലൂടെ പറഞ്ഞതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി വിവരങ്ങൾ പങ്കുവച്ചു. തന്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിക്കപ്പെട്ടതിന്റെ നന്ദി പറഞ്ഞ് തീർക്കാനാകാതെ റഹീമിന്റെ വാക്കുകൾ മുറിഞ്ഞിടറിപ്പോയിരുന്നു. തനിക്ക് ജയിൽ മോചനം സാധ്യമായാൽ രാത്രിയും പകലുമില്ലാതെ ചെറുതും വലുതുമായി അധ്വാനിച്ച പലതരത്തിൽ സഹായിച്ചവരെയും ഓർത്ത് ഇടതടവില്ലാതെ ഓരോ നിമിഷവും ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുമെന്നും റഹീം പറഞ്ഞു. അവിശ്വസനീയമാംവിധം 18 വർഷങ്ങൾക്കിപ്പുറം മോചനത്തിനുള്ള വഴികൾ തെളിയുന്ന വിവരങ്ങൾ താൻ വിശദമായി കൈമാറിയപ്പോൾ സങ്കടവും സന്തോഷവും കൊണ്ട് കണ്ണീരിൽ നിറഞ്ഞു കുതിർന്ന വാക്കുകളിൽ നന്ദി പറയുന്ന റഹീമിനെയാണ് തനിക്ക് കേൾക്കാനായതെന്ന് യൂസുഫ് കാക്കഞ്ചേരി പറഞ്ഞു. ഈ കേസിന്റെ തുടക്കം മുതൽക്കേ എംബസി പ്രതിനിധിയായി ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ജയിൽ മോചനം സാധ്യമാക്കുന്നതിന് സ്വരൂപിച്ച ദയാദനം ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് കൈമാറുന്നത്. ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ സൗദി റിയാലാണ് വാദിഭാഗമായ സൗദി കുടുംബം റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ ദയാദനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാഹരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയം മുഖേന റിയാദിലെ ഇന്ത്യൻ എംബസിയിലൂടെ സൗദിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് എംബസിയിൽ നിന്നും ബന്ധപ്പെട്ട കോടതി മുഖാന്തരം വാദിയായ സൗദി കുടുംബത്തിന് കൈമാറുക എന്നതാണ് ഏറ്റവും നിർണായകം. അതോടുകൂടെ കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാവുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത പിണഞ്ഞുപോയ കയ്യബദ്ധം. 2006 ഡിസംബർ 24-നാണ് റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നീണ്ട 18 വർഷമായി ജയിലഴികളിൽ തുടരാനിടയായ സംഭവമുണ്ടായത്. എല്ലാ ചെറുപ്പക്കാരെയും പോലെ നിറമുള്ള സ്വപ്ന ജീവിതങ്ങളുമായാണ് അബ്ദുറഹീം എന്ന 26-കാരൻ 2006 നവംബർ 28-ന് റിയാദിലെത്തുന്നത്. സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹിരിയുടെ മകനായ ശാരീരിക ബുദ്ധിമുട്ടുള്ള ബാലൻ അനസി അൽ ഷഹിരിയുടെ പരിചരണമാണ് ഹൗസ് ഡ്രൈവർ ജോലിക്കൊപ്പം കാത്തിരുന്നത്. തലക്ക് താഴെ സ്വയം ചലിപ്പിക്കാനാവാത്ത ശരീരമാണ് സ്പോൺസറുടെ മകൻ അനസിനുള്ളത്. ഭക്ഷണവും വെള്ളവുമൊക്കെ കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെ മാത്രം നൽകാനാകുന്ന പ്രത്യേക അവസ്ഥ. റഹീമിനാകട്ടെ ഇത്തരം അവസ്ഥയിലുള്ളൊരു രോഗിയെ പരിചരിക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അനസിനെ വീൽചെയറിലിരുത്തി വീടിന് പുറത്തും കടകളിലുമൊക്കെ കൊണ്ടുപോവുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയുമൊക്കെ ഇടയ്ക്കിടെ പതിവുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നു. 2006 ഡിസംബർ 24-ന് റിയാദിലെ ഷിഫയിലുള്ള വീട്ടിൽ നിന്നും അസീസിയയിലെ പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള യാത്രയാണ് റഹീമിന്റെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തിയത്. അന്നു മുതൽ തുടങ്ങുകയായിരുന്നു ഇക്കരെ കേരളത്തിലെ ഒരു കൊച്ചു വീടിനുള്ളിൽ ചങ്കുപൊട്ടി കണ്ണീരിൽ കുതിർന്ന നിസ്സഹായയായ ഫാത്തിമ ഉമ്മയുടെ 18 വർഷമായി മകനു വേണ്ടി തുടർന്ന കാത്തിരിപ്പ്. സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ യാതൊരു കാരണവുമില്ലാതെ അന്ന് അനസ് വഴക്കിട്ടു. ട്രാഫിക് സിഗ്നൽ നോക്കാതെ മറികടന്നു പോകണമെന്ന് ആവർത്തിച്ച് അനസ് ബഹളം വെച്ചു. നിയമലംഘനം നടത്താൻ തനിക്കാകില്ലെന്നാണ് റഹീം ആവർത്തിച്ചു പറഞ്ഞത്. വാഹനവുമായി അടുത്ത സിഗ്നലിലെത്തിയതോടെ പിൻസീറ്റിലുണ്ടായിരുന്ന അനസ് വീണ്ടും പഴയപടി വല്ലാതെ ബഹളം ആരംഭിച്ചിരുന്നു. പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പിറകിലേക്ക് നോക്കിയ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലവട്ടം തുപ്പി. തുപ്പുന്നത് തടയാൻ ശ്രമിച്ച റഹീമിന്റെ കൈ ഇതിനിടെ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടി. അതേ തുടർന്ന് അനസ് ബോധരഹിതനായി. യാത്ര തുടരുമ്പോൾ പിൻസീറ്റിൽ നിന്നും ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കാത്തതിനെ തുടർന്ന് റഹീം പരിശോധിച്ചപ്പോഴാണ് ചലനമറ്റ് കിടക്കുന്ന അവസ്ഥയിൽ അനസിനെ കാണുന്നത്. മരണ പരിഭ്രാന്തിയിൽ കേസ് വഴിമാറ്റാൻ ശ്രമിച്ചതോടെയാണ് റഹീം കുഴപ്പത്തിലേക്ക് എത്തിയത്. സംഭവം നടന്നതൊക്കെ ഉടനെ ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി പറഞ്ഞു. ഭയപ്പാടിലായ ഇരുവരും ചേർന്ന് ഒരു കഥ മെനഞ്ഞു. പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആക്രമിച്ചുവെന്നുമുള്ള കഥയുണ്ടാക്കി. തുടർന്ന് റഹീമിനെ സീറ്റിൽ നസീർ കെട്ടിയിട്ട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി ചോദ്യം ചെയ്ത ശേഷം ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. മനഃപൂർവ്വമല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചത് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച കഥയാണ് ഇരുവർക്കും കുഴപ്പമായത്.
വിവാദമായത്. സംഭവത്തിൽ നസീർ 10 വർഷത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങാനായി. റിയാദ് കോടതി റഹീം സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധിച്ചത്. റിയാദിലെ അൽഹൈർ ജയിലിൽ കഴിയുമ്പോഴാണ് 18 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനിടെ നടത്തിയ നീക്കങ്ങൾക്കും ഇടപെടലുകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒടുവിൽ ദയാധനം തന്നാൽ മാപ്പ് നൽകാമെന്ന തീരുമാനം സൗദി കുടുംബം അറിയിക്കുന്നത്. ഏപ്രിൽ 16-നകം ഏകദേശം 1.5 കോടിയോളം റിയാൽ, അതായത് 34 കോടിയുടെ മൂല്യം വരുന്ന രൂപ നൽകണമെന്ന ധാരണയിലാണ് സന്ധി ചെയ്യുന്നത്. തുടർന്ന് റിയാദിലെ വിവിധ സാമൂഹിക സംഘടന പ്രതിനിധികളടങ്ങിയ നിയമസഹായ സമിതി രൂപീകരിച്ചു. ഐതിഹാസികമായ സഹജീവി സ്നേഹത്തിന്റെ പുതിയ കേരള ചരിത്രം പിറന്ന കാഴ്ചയ്ക്കാണ് മലയാളക്കര പിന്നീട് സാക്ഷ്യം വഹിച്ചത്. കോടതി വിധിച്ച ദയാധനം നൽകേണ്ട ദിവസത്തിനു 3 ദിവസം മുൻപേ പല തുള്ളികൾ ചേർന്ന വലിയൊരു പ്രവാഹമായി 34.45 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. നാട്ടുകാരും ലോകമെങ്ങുമുള്ള മലയാളി സമൂഹവും കൈകോർത്ത് അബ്ദുൾ റഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നാട്ടിൽ ഏകോപിപ്പിച്ചത്. സാമ്പത്തിക സമാഹരണത്തിന് സൗകര്യമാകും വിധം ആപ്പ് വരെ ഏർപ്പെടുത്തി. ഓരോ സെക്കൻഡിലും അക്കൗണ്ടിലെത്തുന്ന തുക ആർക്കും കാണാവുന്ന തരത്തിലും സംഭാവനയായി നൽകുന്ന ഓരോ ചെറിയ തുകക്ക് പോലും രസീത് ലഭിക്കുന്ന വിധത്തിലും സുതാര്യമായിരുന്നു ആപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ധനസമാഹരണ വിവരങ്ങൾ ഷെയർ ചെയ്തു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അടക്കമുള്ള നവ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചാരണം തുടങ്ങി. ഒടുവിൽ പിറന്നത് ഭിന്നിപ്പിന്റെ കെട്ടകാലത്ത് അതിനെയൊക്കെ തച്ചുടച്ച മലയാളിയുടെ കേരളത്തിന്റെ യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിന്റെ പുത്തൻ ചരിത്രം. എല്ലാ നടപടിക്രമങ്ങൾക്കു ശേഷം റഹീം തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്ന കാഴ്ചയ്ക്കാണ് ഇനി മലയാളികൾ കാത്തിരിക്കുന്നത്.